ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ റിയോ പ്യൂർ ഗ്യാലിന്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ ഈ കാണുന്നതാണ് നാക്കോ വില്ലേജ്. പർവ്വത ചരിവുകളിൽ രൂപം കൊണ്ട നാക്കോ തടാകമാണ് അതിനടുത്തായി ആ കാണുന്നത്. 3625 മീറ്റർ ഉയരത്തിലുള്ള ഹാങ്രാഗ് താഴ്വരയിലെ ഏറ്റവും വലിയ ഗ്രാമമാണ് നാക്കോ. ഗ്രാമത്തിന്റെ വിസ്തൃതി 697 ഏക്കറാണ്. 2011 കണക്കനുസരിച്ച് 128 വീടുകളുള്ള ഈ ഗ്രാമത്തിൽ 572 പേരാണ് താമസിക്കുന്നത്. ഹിന്ദിയും കിന്നോരിയുമാണ് പ്രധാന ഭാഷകൾ. മലമുകളിലുള്ള ആ തടാകവും ഗ്രാമവും കാണാനാണ് പത്തേമാരിയുടെ ഇന്നത്തെ യാത്ര. കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പത്തേമാരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആപ്പിളിന് പേരുകേട്ട കിന്നോർ ജില്ലയുടെ തലസ്ഥാനമായ റെക്കോംബിയോയിൽ നിന്ന് 103 കിലോമീറ്റർ അകലെയാണ് നാക്കോ വില്ലേജ്. ഷിംലയിൽ നിന്ന് കാസയിലേക്ക് പോകുന്ന ബസ്സിലാണ് നാക്കോയിലേക്ക് വരുന്നതെങ്കിൽ നാക്കോ താഴ്വാരത്തിലൂടെ കടന്നുപോകുന്ന നാഷണൽ ഹൈവേ 22 ഇറങ്ങി 7 കിലോമീറ്ററോളം നടന്നു വേണം നാക്കോ വില്ലേജിലെത്താൻ. ദിവസത്തിൽ ഒരു തവണയുള്ള ബസ്സിനെ ആശ്രയിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉചിതം റെക്കോംബിയോ നഗരത്തിൽ നിന്ന് ബൈക്ക് റെന്റിനെടുക്കുന്നതാണ്. ഓരോ യാത്രയിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ സമയം. വർഷത്തിന്റെ ഭൂരിഭാഗ സമയത്തും കൊടും തണുപ്പിൽ മഞ്ഞുമൂടി കിടക്കുന്ന ഒരു പ്രദേശമാണിത്. ആ സമയത്ത് ഹിമപ്പുലിയുടെ ഫോട്ടോ എടുക്കാൻ സ്വദേശികളും വിദേശികളുമായി ഒരുപാട് പേർ ഇവിടെ എത്താറുണ്ട്. താഴ്വാരത്ത് കാണുന്ന നദിയാണ് സ്പിതി. സത്ലജ് നദിയുടെ പ്രധാന കൈവഴികളിലൊന്നായ ഇതിന് 225 കിലോമീറ്റർ നീളമുണ്ട്. ഹിമാലയത്തിലെ കുൻസൂം പർവ്വതനിരകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ ലാഹോർ സ്പിതി ജില്ലയിലെ മനോഹരമായ താഴ്വരകളെ പരിപോഷിപ്പിക്കുന്നത് സ്പിതി നദിയാണെന്ന് പറയാം. ഏകദേശം 4 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ നാക്കോ വില്ലേജിൽ എത്തിച്ചേർന്നു. വില്ലേജിലെ പരമ്പരാഗതമായ വീടുകൾ മുഴുവൻ ഇങ്ങനെ കല്ലുകൾ അടുക്കി വെച്ച് നിർമ്മിച്ചതാണ്. ഇത്തരം വീടുകളുടെ മുകൾ ഭാഗം മരങ്ങൾ പാകി അതിനു മുകളിൽ മണ്ണ് തേച്ച് പിടിപ്പിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പരമ്പരാഗതമായി കൃഷി ഉപജീവന മാർഗമായിട്ടുള്ള ഒരു ജനതയായിരുന്നു ഇവിടെയുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ശീതകാല കായിക വിനോദങ്ങൾ, ഹോം സ്റ്റേ, സാഹസിക വിനോദസഞ്ചാരം എന്നിവ ഇവർക്ക് ഒരു പ്രധാന വരുമാന മാർഗമായി കൊണ്ടിരിക്കുന്നു. ഇടുങ്ങിയ ഇടവഴികളിലൂടെ ആ ഗ്രാമത്തിന്റെ ഉൾഭാഗത്തേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായ ഒരു ഗ്രാമീണ ജീവിതം നമുക്ക് ആസ്വദിക്കാനാകും. വളരെ കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ ഇവിടേക്ക് എത്താറുള്ളൂ. വീടിന് പുറത്തോ തെരുവീഥികളിലോ വളരെ വിരളമായി മാത്രമേ ഗ്രാമീണരെയും നമുക്ക് കാണാൻ കഴിയൂ. കന്നുകാലി വളർത്തലും കൃഷിയുമായി നടക്കുന്ന ഒരു ജനതയുടെ നിഷ്കളങ്കമായ ഒരു ഗ്രാമീണ കാഴ്ചയായിരിക്കും നാക്കോ വില്ലേജ് നമുക്ക് സമ്മാനിക്കുക.
ഇനി മലമുകളിൽ ഈ ഗ്രാമത്തിന്റെ ജീവനാഡിയായി കിടക്കുന്ന നാക്കോ ലേക്ക് നമുക്കൊന്ന് കാണാം. പർവ്വതമടക്കിൽ സ്ഥിതി ചെയ്യുന്ന തടാകത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ആരെയും ആകർഷിക്കുന്നതാണ്. 3636 മീറ്റർ ഉയരത്തിൽ മഞ്ഞയും പച്ചയും ഇലകളുള്ള വില്ലോ പ്ലോപ്പർ മരങ്ങൾ അതിരിട്ട മനോഹരമായ ഒരു തടാകം. ഗ്രാമത്തിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. വൃത്തിയുള്ള റോഡുകളോ വഴികളോ ഒന്നും തന്നെയില്ല ആ തടാകത്തിലേക്ക്. ചുറ്റുമുള്ള മഞ്ഞ നിറത്തിലുള്ള മരങ്ങളാണ് ആ തടാകത്തെ കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നത്. വേനൽക്കാലത്ത് തടാകത്തിൽ കുട്ടികൾക്കായുള്ള ബോട്ടിംഗ് സൗകര്യമുണ്ട്. മഞ്ഞുകാലത്ത് തണുത്തുറഞ്ഞ തടാകത്തിന്റെ ഉപരിതലത്തിൽ ഐസ് സ്കേറ്റിംഗ് നടത്താറുണ്ട്. നാക്കോ വില്ലേജിന്റെ പ്രധാന ആകർഷണം ഈ തടാകവും ചുറ്റുമുള്ള മഞ്ഞ മരങ്ങളുമാണ്. സഞ്ചാരികൾ വളരെ കുറവാണ് ഇപ്പോൾ നാക്കോ വില്ലേജിൽ. അതുകൊണ്ട് തന്നെ തികച്ചും വിജനമാണ് തടാകവും അതിന്റെ കരയും. നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ചിത്കുലും നാക്കോയും ചന്ദ്രതാൽ ലേക്കും ഉൾപ്പെടുന്ന സ്പിതി സർക്യൂട്ട് യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടത്തിയാൽ അതൊരു വേറിട്ട അനുഭവമായിരിക്കും. ആ കാണുന്നതാണ് നാക്കോ മൊണാസ്ട്രി. പ്രധാനമായും 2 കെട്ടിടങ്ങളാണ് ഉള്ളത്. വിശാലമായ മുറ്റത്ത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. 1975 ഭൂകമ്പത്തിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുകയും ആശ്രമത്തിലെ നിരവധി കലാസൃഷ്ടികൾ നശിച്ചു പോവുകയും ചെയ്തു. 11ാം നൂറ്റാണ്ടിലാണ് നാക്കോ മൊണാസ്ട്രി പണി കഴിപ്പിച്ചത്. നിരവധി ഹോട്ടലുകളും ഹോം സ്റ്റേകളുമുണ്ട് ഇപ്പോൾ നാക്കോയിൽ. ലേക്കിനടുത്തുള്ള അത്തരമൊരു ഹോം സ്റ്റേയിലാണ് ഇന്ന് താമസം. നല്ല തണുപ്പുണ്ടെങ്കിലും നാക്കോ വില്ലേജിന്റെ രാത്രി കാഴ്ചയും കണ്ട് ഇവിടെ നിൽക്കുമ്പോൾ സമയം പോകുന്നതറിയില്ല.